തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ കോൺഗ്രസ് മുഖം മാറ്റം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. കെപിസിസിയുടെ പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തതിനു ശേഷം കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇത്തവണ Q18-ൽ നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. താങ്ക് യു. പാർട്ടിയുടെ താഴെ തട്ടിൽ ശക്തിപ്പെടുത്തൽ നടത്തുക, അതാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുക എന്നാണ് മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്കളുടെ പോളിസിയും ആ തരത്തിൽ തന്നെയാണോ? ആ രീതിയിൽ തന്നെയായിരിക്കുമോ ഇനിയും കെപിസിസി നേതൃത്വം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുക അതുതന്നെയായിരിക്കുമോ? തീർച്ചയായും ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച് ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും അവരാണ് ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഞങ്ങൾക്ക് മറ്റുള്ള മേൽത്തട്ടുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നേതാക്കന്മാരെ അറിയാം, അല്ലെങ്കിൽ കുറച്ചുപേരെ അറിയാം. പക്ഷേ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ പട്ടണപ്രദേശങ്ങളിലാണെങ്കിലും വീടുകളിൽ ആളുകളുമായിട്ടുള്ള സമ്പർക്കം, ദൈനംദിന സമ്പർക്കം പുലർത്തുന്നവർ, അവരുടെ സുഖദുഃഖങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുന്നവർ, അവരുടെ നിലപാടുകൾ എന്ത് എന്ന് പഠിക്കുന്നവർ, അവർ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രാദേശിക പ്രവർത്തകർ തന്നെയാണ്. അവരുടെ ശാക്തീകരണം പ്രാദേശിക കമ്മിറ്റികളുടെ ശാക്തീകരണത്തിന് തന്നെയാണ് കെപിസിസി എല്ലാ കാലത്തും കൂടുതലായിട്ട് ഊന്നൽ നൽകി പ്രവർത്തിക്കുക. താങ്കൾ കെപിസിസി അധ്യക്ഷനായിട്ട് വരുമ്പോൾ കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിന് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് അഭിമതനായിട്ടുള്ള ഒരാൾ, അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രിഫറൻസ് കൂടി താങ്കൾക്ക് ലഭിച്ചു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും ആ സമയത്ത് വന്നതാണ്. ഏതായാലും മധ്യ തിരുവിതാംകൂറിലടക്കം ക്രൈസ്തവ വോട്ടുകളിൽ, പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകളിൽ പഴയ പോലുള്ള സ്വാധീനമില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ? ആ തരത്തിൽ അത് തിരിച്ചുപിടിക്കാനുള്ള ഒരു സ്ട്രാറ്റജി താങ്കളുടെ നേതൃത്വത്തിന് ഭാഗത്തുനിന്നുണ്ടാകുമോ? ഇല്ല, മധ്യകേരളം കോൺഗ്രസിന്റെ കരുത്തുറ്റ ഒരു മേഖല തന്നെയാണ്. ഇപ്പം എറണാകുളം കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമല്ലേ. ചില സ്ഥലങ്ങളിൽ എന്നാൽ സംഘടനാപരമായ പോരായ്മകൾ കൊണ്ട് ചെറിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിഹരിച്ചു പോകണം. ഞാൻ ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പൊതു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നു. കണ്ണൂർ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. 3 ടൈമായിട്ട് MLA ആണ്. കെപിസിസി നിർവാഹക സമിതിയിൽ നേരത്തെ അംഗമാണ്. അപ്പോൾ അത് ഒരു മതേതര പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസ് എന്നെ അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ടീം വർക്കാണത്. UDF കൺവീനർ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റ്മാരെ AP അരുൺകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ചേരുന്ന നല്ല ഒരു ടീം വർക്കാണ് ഞങ്ങളുടെ കരുത്ത്. കൂട്ടായ്മയാണ് ഞങ്ങളുടെ ബലം. അപ്പോഴും മധ്യ കേരളത്തിൽ സീറ്റുകൾ കുറഞ്ഞു പോയ സ്ഥലങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട പോലെയുള്ള ജില്ലകൾ. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമോ? അത്തരം ഒരു പ്ലാൻ അവലംബിക്കുമോ? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പീരുമേടോ അല്ലെങ്കിൽ റാന്നിയോ ഒക്കെ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റുപോയിട്ടുള്ളത്. അപ്പം അത് ജയിക്കാനുള്ള സ്ട്രാറ്റജി സ്വാഭാവികമായിട്ടും ഇലക്ഷൻ വർക്കിൽ, സ്ഥാനാർത്ഥി നിർണയത്തിൽ എവിടെയൊക്കെ വേണം UDFന്റെ സംവിധാനത്തിലെല്ലാം കാര്യക്ഷമമായിട്ട് ആലോചിക്കും. 2 ഇലക്ഷന്റെ സമയമാണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സ്ട്രാറ്റജി ഞാൻ ഒറ്റയ്ക്കല്ല, വി വിൽ കളക്റ്റീവ്ലി ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. അതായത് അത് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇല്ല, അങ്ങനെ ഫോക്കസ് അല്ല. ഞങ്ങളെല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അതിൻ്റെതായ രൂപത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യമാണ് പ്രധാനം എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. പക്ഷെ കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ഒരു ചർച്ച വന്നാൽ പോലും 2ലേറെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണിപ്പോൾ. സ്വാഭാവികമായിട്ടും അതൊരു ഈ അധികാരവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കകത്തുണ്ടോ? അത് ഈ ഐക്യം എന്ന് പറയുന്നിടത്ത് അതൊരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ടോ? വെല്ലുവിളിയൊന്നുമല്ല. അത് ഞാൻ ഗൗരവത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല ഏറ്റെടുക്കുന്നത്. ഐക്യം ഉണ്ടായിട്ടുണ്ട്. കരുത്തന്മാരായ നേതാക്കന്മാർ ശ്രീ K കരുണാകരനും ആന്റണിയും കോൺഗ്രസിന് നേതൃത്വം നൽകിയ സന്ദർഭത്തിൽ നമുക്കറിയാൻ വരെ ഒരു ഘട്ടത്തിൽ ലീഡർ മുഖ്യമന്ത്രിയായി, പിന്നീട് ആന്റണി മുഖ്യമന്ത്രിയായി, പിന്നീട് 2011 നമുക്കറിയാം 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF അധികാരത്തിൽ വന്നത്. തർക്കരഹിതമായിട്ട് MLAമാരുടെ ഒപ്പീനിയൻ കൂടി ചോദിച്ച് കേന്ദ്രത്തിൽ നിന്ന് അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതാണ് വന്ന് ഞങ്ങളോട് MLAമാരുടെ ഒപ്പീനിയൻ ചോദിച്ചത്. ഒരു പ്രയാസവുമില്ലാതെ അനായാസേന മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഹൈക്കമാൻഡിന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കോൺഗ്രസിലെ MLAമാരുണ്ടാക്കി. പത്രങ്ങളിൽ വാർത്ത വരുന്ന, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിൻ്റെ ഒരു കാരണം പ്രമുഖ നേതാക്കന്മാർ ജനങ്ങളിൽ
വലിയ സ്വാധീനമുള്ള ആളുകൾ, സജീവമായിട്ട് ബഹുജന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് നിൽക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിന്റെ ഒരു മുതൽക്കൂട്ടാണ്. അവരാരെങ്കിലും പറഞ്ഞോ ഞാൻ ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആണെന്ന്? നോബഡി ടോൾഡ്. പക്ഷെ മാധ്യമങ്ങൾ ചില ആളുകളെ ഉയർത്തിക്കാട്ടി. ഒന്നിലേറെ നേതാക്കന്മാർ, കഴിവുള്ള, കരുത്തുറ്റ, ജനപിന്തുണയുള്ള നേതാക്കന്മാരുണ്ടെന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു അസറ്റാണ്. മറ്റു പാർട്ടികൾക്ക് അതില്ല. CPM ആണെങ്കിൽ ഒരു ഏകാധിപത്യ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പിണറായി വിജയൻ അല്ലാതെ ഒരു സെക്കൻഡ് ലീഡറെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതായത് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല ദ്വന്ദ്വം, അത് ആ തരത്തിലൊരു ആശയക്കുഴപ്പം KPCC അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് വെറും മാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങൾ മാത്രമാണ്. ഇല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്, സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ അധികാരത്തിൽ, UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക, തിരികെ കൊണ്ടുവരിക. LDFന്റെ തെറ്റായ ജനദ്രോഹ ഭരണം അവസാനിപ്പിക്കുക, കേരളത്തിന്റെ വികസന കാര്യങ്ങൾ നീതിപൂർവ്വം നടപ്പിലാക്കുക, സമാധാനം ഉറപ്പുവരുത്തുക. ക്രമസമാധാനം എത്രയോ തകർന്നു നിൽക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ ദുഷ്ഭരണം അവസാനിപ്പിക്കും, അതാണ് ചുമതലയേറ്റ ഉടനെ താങ്കൾ പറഞ്ഞ കാര്യം. അതാണ് ലക്ഷ്യമായിട്ട് കോൺഗ്രസ് കാണുന്നത്, UDF കാണുകയും ചെയ്യുന്നത്. പക്ഷേ എന്ത് വീഴ്ചകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെങ്കിൽ ഫോക്കസ് ചെയ്യുക? പ്രത്യേകിച്ച് LDF അവകാശപ്പെടുന്നത് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ളൊരു വികസന നേട്ടത്തിലേക്ക് സംസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ്. അപ്പോൾ ഏതെല്ലാം അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടിയായിരിക്കും കോൺഗ്രസിൻ്റെ പ്രചാരണം? ഞങ്ങൾ ഒരു കാര്യം പഠിക്കേണ്ടത്, നമ്മൾ പാർലമെന്റ് ഇലക്ഷനിൽ എന്താ പറഞ്ഞത്? കോൺഗ്രസ് 2 ഗവൺമെന്റുകളെയും വിലയിരുത്താനുള്ളൊരു അവസരമാണ് കേരളത്തിലെ വോട്ടർമാർക്ക് 2024 പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞു. CPM അത് നിഷേധിച്ചിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിക്കും ഗോവിന്ദ മാഷക്കും അത് ശരിയല്ല, കേരള സർക്കാരിനെ വിലയിരുത്തുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. 2 സർക്കാരിനും വിലയിരുത്തിയില്ലേ? ഒന്നാമത് ഈ സർക്കാർ അഴിമതിയാണ്, 2 ഏകാധിപത്യമാണ്. അഴിമതിയുടെ കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസ് മുഖ്യമന്ത്രിയോട് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പം ഉത്തരം പറഞ്ഞു. ആ കേസിൽ എന്താണ് CPMന് പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നു. ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലമല്ലേ, പാർലമെന്റ് ഇലക്ഷന് മുമ്പല്ലേ ഗവൺമെന്റ് നവകേരള സദസ്സ് എത്ര കോടി രൂപ ചെലവഴിച്ചു? എത്ര ആർഭാടമായിട്ട് നടത്തി? അതിനുവേണ്ടി പ്രത്യേക ബസ്, മന്ത്രിമാരെല്ലാവരും കയറുന്ന ആഡംബര ബസ്സല്ലേ ഒരുക്കിയത്? കുഴപ്പമില്ല. ആ ബസ്സിൽ മന്ത്രിമാർ കയറിയിട്ട് മന്ത്രിമാരുടെ കാറ് പുറകെ വരാതിരുന്നേയും കുഴപ്പമില്ലായിരുന്നു. കാറെല്ലാം പുറകെ വന്നില്ലേ? എത്ര പൈസ ചെലവാക്കി? സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര പൈസ ചെലവാക്കി? ഒരു ഉത്തരം പറയാൻ പറ്റുമോ? ഒരു ഓഡിറ്റിന് ഗവൺമെന്റ് തയ്യാറാകുമോ? ജനങ്ങളിൽ നിന്ന് എത്ര പൈസ പിരിച്ചു? ഓരോ സ്ഥലത്തെയും സംഘാടക സമിതികളുടെ വരവ് ചെലവ് കണക്ക് ആ കാര്യത്തിൽ പറയാൻ സാധിക്കുമോ? പിന്നെ അത് സാമ്പത്തിക കാര്യം, അതിന്റെ ഔട്ട്കം എന്താണ്? കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഈ ഭരണ നേതൃത്വം സംഘം കേരളത്തിൽ ആർഭാടമായിട്ടുള്ളൊരു വിസിറ്റ് നടത്തി പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ ആളുകളെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് ഞാൻ കൃത്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവസാനം MLA മാരോട് പറഞ്ഞതെന്താണെന്നറിയോ? കേരളത്തിൽ അത് മാധ്യമങ്ങൾ അത് വേണ്ടത്ര മാധ്യമങ്ങളിലേക്ക് വന്നില്ല. ഒരു നിയോജക മണ്ഡലത്തിൽ 7 കോടി രൂപയുടെ റോഡോ പാലമോ കെട്ടിടമോ എന്താണെന്ന് വെച്ചാൽ തരാം. അപ്പൊ ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിൽ 7 കോടി രൂപയുടെ പദ്ധതിയാണ് സത്യത്തിൽ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട്. ആ 7 കോടി രൂപയുടെ പദ്ധതിക്ക് ഇങ്ങനെ ഒരു കൊട്ടിഘോഷിച്ച ഒരു ആഘോഷം വേണോ? അതേ സമയത്ത് എന്നിട്ട് ആ 7 കോടി ഇതും കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ LDF നേതൃത്വത്തോട് ചോദിക്കുകയാണ്, എന്താണ് നവകേരള സദസ്സിന്റെ കണക്ക്? ക്രമസമാധാന രംഗം എവിടെ നിൽക്കുന്നു? ഭരണത്തിന്റെ നിഷ്പക്ഷത എവിടെ നിൽക്കുന്നു? സ്വകാര്യത എവിടെ നിൽക്കുന്നു? വളരെ പക്ഷപാതപരമായ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ലംഘിക്കല്ലേ ചെയ്തിട്ടുള്ളത്? ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണം നിർവഹിക്കും. ഭീതിയും പ്രീതിയും ഉള്ള ഒരു ഗവൺമെന്റ് സംവിധാനമാണ്. പക്ഷപാതപരമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അക്രമം പെരുകുന്നു, ലഹരി വ്യാപിക്കുന്നു, സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്കറിയാം വികസന കാര്യത്തിൽ എന്താണ്? UDF കൊണ്ടുവന്ന പദ്ധതികളുടെ ചില കാര്യങ്ങളുടെ പൂർത്തീകരണം കാലത്തിന്റെ തികവിൽ അവർക്ക് നടത്താൻ സാധിച്ചതല്ലാതെ ഇപ്പൊ വിഴിഞ്ഞ നമ്മളുടെ എല്ലാവരുടെയും മുമ്പിലുണ്ടല്ലോ. ലളിതമായ ചോദ്യം എന്താണ്? വിഴിഞ്ഞത്ത് എന്തിനാ ഉമ്മൻചാണ്ടിക്കെതിരെ ആദ്യം വിജിലൻസ് അന്വേഷണം നടത്തിയത്? വിജിലൻസ് അന്വേഷണത്തിൽ UDF സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല
എന്ന് വന്നപ്പോൾ പിന്നീട് എന്തിനായിരുന്നു ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ ജുഡീഷ്യൽ എൻക്വയറി? അതിന്റെ അർത്ഥം എന്താണ്? വിഴിഞ്ഞ ആരുടെ കുട്ടിയായതുകൊണ്ടാണ്? വിഴിഞ്ഞ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി LDF സർക്കാർ പരിശ്രമിച്ചത് ആരുടെ കുട്ടിയായിരുന്നു? വിഴിഞ്ഞം. അവരന്ന് പറഞ്ഞത് എന്താണ്? ഇപ്പം വിഴിഞ്ഞം അതിന്റെ പ്രവർത്തന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ താങ്കളുടേതാക്കാൻ, താങ്കളുടെ കുട്ടിയാക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ വികസന രംഗത്തും എല്ലാ മേഖലയിലും വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയമാണ് LDF സ്വീകരിക്കുന്നത്. അതിനെയും ഞങ്ങൾ തുറന്നു കാട്ടും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ് താങ്കൾ. അപ്പോൾ CPM വടക്കൻ കേരളത്തിൽ തുടരുന്ന അപ്രമാദിത്വം, CPM നേതൃത്വം കൊടുക്കുന്നു അക്രമ രാഷ്ട്രീയത്തിന്, ഈ തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി എടുത്തു പറയപ്പെടും എന്നാണോ? ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ സമാധാനത്തിന്റെ മാർഗത്തിൽ ചെറുക്കുക തന്നെ ചെയ്യും. CPMന്റെ ഈ പറയുന്ന ശക്തി കേന്ദ്രം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് എന്താണ്? മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിന്റെ റിസൾട്ട് എന്താണ്? പാർലമെന്റ് കണ്ണൂര് ജില്ല മാത്രമായിട്ട് കണ്ണൂർ സീറ്റും കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി വടകരയും കാസർഗോഡ് സീറ്റുകളും ഇല്ലേ? അവിടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ജയിച്ചു വരാൻ സാധിച്ചില്ലേ? ഫെയറായിട്ട് ഇലക്ഷൻ നടന്ന ഇപ്പൊ സഹകരണ മേഖല വെട്ടിപ്പിടിക്കുകയല്ലേ? സഹകരണ ജനാധിപത്യം താർക്കുകയല്ലേ? ഇപ്പൊ G. സുധാകരന്റെ വെളിപ്പെടുത്തലൂടെ വന്നപ്പം CPM എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള കൈകടത്തൽ, കള്ളവോട്ട്, ആൾമാറാട്ടം. പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് വോട്ട് മാറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? അത് രേഖ തിരുത്തലാണ്. അത് ടാമ്പറിംഗ് വിത്ത് ഡോക്യുമെന്റ്സ് ആണ്. അതുപോലെ തന്നെ ആൾമാറാട്ടമാണ്. എന്റെ വോട്ട് വേറൊരാൾ, ഞാൻ എന്റെ വോട്ട് ചെയ്ത് കവർ വാങ്ങി വേറൊരാളുടെ ആ വോട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ഏത് പ്രിഫറൻസ് കൊടുത്തോ ആ പ്രിഫറൻസ് മാറ്റി വേറൊരു പ്രിഫറൻസിലേക്ക് വോട്ട് കൊടുത്താൽ അത് കള്ളവോട്ടല്ലേ? അത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്താ. G. സുധാകരൻ ഇൻഡിവിജ്വലി അതിന്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ അതിന്റെ കൂടെ നിന്നു എന്നല്ലാതെ ഇൻഡിവിജ്വലി ഞാൻ പറയുന്നില്ല. പക്ഷെ CPMന്റെ എല്ലാ കാലത്തെയും കുതന്ത്രം അതാണ്, ജനാധിപത്യ ധ്വംസനമാണ്. KPCC മുഖം മാറ്റം നടത്തിയപ്പോൾ ഷാഫി, അനിൽകുമാർ, വിഷ്ണുനാഥ്, അങ്ങനെ ഒരു തലമുറ മാറ്റം കൂടി ഇതിനകത്ത് വ്യക്തമാണ്. അത് എത്രത്തോളം ഗുണകരമാകും എന്നുകൂടി വിലയിരുത്തുകയാണ് പാർട്ടി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഈ നേതൃമാറ്റം പ്രഖ്യാപിച്ചിട്ട് വളരെ ഐക്യത്തോടെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അണികളും ഈ ടീമിന് സ്വീകരണം നൽകിയത്. ഞാൻ AICCയുടെ നേതൃത്വം, ഖാർഗെജി, രാഹുൽജി, KC വേണുഗോപാൽ ഇവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഞാൻ പറഞ്ഞത് ഈ ടീമിന് ജനങ്ങളുടെ ഇടയിൽ, പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടി. എന്റെ പേരിലല്ല, എന്റെ പേരിൽ മാത്രമല്ല, ഇത് ടീമിന്റെ പേരിലാണ്. ഇതൊരു വലിയ ടീമാണ്, നല്ല ടീമാണ്. ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ടീമിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ജില്ലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അംഗീകാരം, വലിയ പിന്തുണ, അതേപോലെ തന്നെ നേതൃത്വത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണം, അതെല്ലാം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ തന്നെയാണ്. ടീം വർക്കിൽ ഞാൻ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിലപാട്? ഞാൻ പറഞ്ഞു, വർക്കിംഗ് മാത്രമല്ല, അവർ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റുമാരായിരിക്കുന്നു. അപ്പോൾ ആ ഹാർഡ് വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കും, ടീം വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾ ഈ ഇലക്ഷനുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് നൽകുന്നത്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ജയിച്ചു വരിക തന്നെ ചെയ്യും. UDF ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടും. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് തല കമ്മിറ്റിയൊക്കെ ശക്തിപ്പെടുത്തുമെന്ന് താങ്കൾ പറഞ്ഞു. ഈ താഴെത്തട്ടിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടോ അതിനകത്ത്? ഞാൻ ഇന്നലെ വയനാട്ടിൽ പോയിരുന്നു, കൽപ്പറ്റ DCC ഓഫീസിൽ പോയിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ ഇരയായിട്ടുള്ളവരുടെ ഒരു സമരത്തിൽ പങ്കെടുത്തു. കൽപ്പറ്റ DCC ഓഫീസിൽ പോയി. ഇന്ന് ഞാൻ വീണ്ടും മാനന്തവാടിയിൽ പോവുകയാണ്. കാരണം വയനാട് ജില്ലയിൽ എനിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചാർജായിരുന്നു. വാർഡ് തല കമ്മിറ്റികളുടെ ശാക്തീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ കോൺഗ്രസിന് ബേസിക് യൂണിറ്റ് ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് ബൂത്ത് കമ്മിറ്റികളാണ്. കാരണം അത് അസംബ്ലി, പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേൺ ബൂത്ത് കമ്മിറ്റികളാണ്. അത് മാറി ഇപ്പോൾ വാർഡ് കമ്മിറ്റികൾ വരികയാണ്. വാർഡ് അടിസ്ഥാനത്തിലെ സ്ഥാനാർത്ഥി, സീറ്റ് വിഭജനം, അതുപോലെ തന്നെ ആ വോട്ടർ പട്ടിക, ഇതൊക്കെ വരുമ്പോൾ വാർഡ് കമ്മിറ്റികളാണ് വർക്ക് ചെയ്യേണ്ടത്. ആ വാർഡ് കമ്മിറ്റികൾ ഏതാണ്ട് എല്ലാം തന്നെ രൂപീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം വാർഡ് അടിസ്ഥാനത്തിൽ മഹാത്മാ കുടുംബ സംഗമം, ആ സംഗമങ്ങളും വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ BJP നേടുന്നൊരു സ്വാധീനമുണ്ട്. അത്
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയാണ് പലതും. അത് തടയാൻ, ആ BJPയുടെ സ്വാധീനം തടയാനുള്ള ഏതെങ്കിലും നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്ന ഒരു കാര്യമാണ്. അത് തിരിച്ചുപിടിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പാർട്ടിയുടെ മുന്നിലുണ്ടോ? ഇല്ല, ഒരു വളരെ മൈക്രോസ്കോപ്പിക് മൈനർ ഷിഫ്റ്റ് മാത്രമേ എവിടെയെങ്കിലും ചെറിയ സ്ഥലത്ത്. നിങ്ങൾ പരിശോധിക്കണം, പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ 20 നിയോജകമണ്ഡലങ്ങളില്ലേ, എവിടെയാ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ ഒരു ഷിഫ്റ്റ് വന്നത്? ഇടുക്കിയിൽ എന്താ ഭൂരിപക്ഷം? ഡീൻ കുര്യാക്കോസിന്റെ. എറണാകുളത്ത് IB-യുടെ ഭൂരിപക്ഷം എത്രയാണ്? വയനാട്ടിൽ ഇത് പോട്ടെ, സ്പെഷ്യൽ കേസായിരിക്കും. ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം എത്രയാണ്? അപ്പോൾ ആ മേഖലയിൽ നല്ല പിന്തുണ കോൺഗ്രസിനുണ്ട്. ചില സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചെറിയ വേരിയേഷൻ, അതിനെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. അത് ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യും. ഈ 2026 100 സീറ്റിൽ കൂടുതൽ നേടും, അതാണ് VD സതീശൻ പറഞ്ഞത്. അതത്ര എളുപ്പമുള്ള ഒരു ലക്ഷ്യമായിട്ട് പാർട്ടി കരുതുന്നുണ്ടോ, താങ്കൾ കരുതുന്നുണ്ടോ? അത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. AK ആന്റണി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്ന് 101 സീറ്റിലാണ് UDF ജയിച്ചു വന്നത്. വലിയ കുട്ടും കുരവയും ബഹളവും ഇല്ലാതെയാണ് ശാന്തമായിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റൈസ്. അങ്ങനെ തന്നെ 100-ലേറെ സീറ്റുകളിൽ UDF ജയിക്കത്തക്ക രൂപത്തിലുള്ള പ്രവർത്തന പരിപാടികൾ, അതിൻ്റെ നീക്കങ്ങൾ ഞങ്ങൾ നടത്തും. ഗ്രൂപ്പുകളില്ലാത്ത നേതാവാണ് സണ്ണി ജോസഫ് എന്നുള്ളൊരു വിലയിരുത്തൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊപ്പം വളർന്നിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകൾക്കും അതീതനായിട്ട് നിൽക്കുന്നത് അതൊരു വെല്ലുവിളിയാണോ? ഇല്ല, ഒരിക്കലുമല്ല. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള പ്രവർത്തനം കുറഞ്ഞ ഒരു കാലഘട്ടമല്ലേ ഈ കഴിഞ്ഞ വർഷങ്ങൾ. പണ്ടുണ്ടായിരുന്നു, 2001 കാലത്തുണ്ടായിരുന്നു. നമുക്കറിയാം, രാജ്യസഭാ ഇലക്ഷൻ, അങ്ങനെയുള്ള കോൺഗ്രസിലെ പിളർപ്പ് എല്ലാം നടന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഐക്യത്തിന് വിഘാതമാകുന്ന സ്റ്റേറ്റ് ലെവലിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് വർക്ക് ആരും തന്നെ കൊണ്ടുപോകുന്നില്ല. പ്രാദേശികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും കളക്റ്റീവായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. KPCC അധ്യക്ഷ മാറ്റം കൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. സുധാകരൻ്റെ നോമിനിയാണ് സണ്ണി ജോസഫ് എന്നാണ് CPM പറയുന്നത്. പക്ഷേ ഈ അധ്യക്ഷ മാറ്റത്തിന് ശേഷം താൻ തൃപ്തനല്ല എന്ന തരത്തിൽ സുധാകരൻ നടത്തിയ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സുധാകരൻ്റെ പ്രതികരണത്തോട്, അതൃപ്തിയോട് പ്രതികരിക്കേണ്ട എന്നൊരു നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നത്? സുധാകരൻ എൻ്റെ ശക്തനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ഈ പ്രഖ്യാപനം, എൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ പേരാണ് വരുന്നതെങ്കിൽ ഞാൻ തൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കി. പ്രഖ്യാപനം വന്ന അന്ന് എന്നെ കണ്ണൂരേക്ക് വിളിപ്പിച്ചു. ഞാൻ കണ്ണൂർ DCC ഓഫീസിലെത്തി. 100 കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം എന്നെ ഷാളണിയിച്ചു, മധുരം തന്നു, ആലിംഗനം ചെയ്തു. അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് KPCC പ്രസിഡന്റിന്റെ ചുമതല ഏൽക്കുന്ന ചടങ്ങിൽ അദ്ദേഹം എനിക്ക് ചുമതല കൈമാറി. അവിടെയും അദ്ദേഹം എനിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. അദ്ദേഹം എന്നെ പൂർണ്ണമായിട്ടും അക്കാര്യത്തിലേക്ക് എല്ലാ തരത്തിലും സഹായിച്ചു. എന്നെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്തി എൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചു. ഇന്നലെയും കണ്ണൂരിൽ എനിക്ക് DCCയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണം ഉണ്ടായിരുന്നു. തുറന്ന വാഹനത്തിൽ സുധാകരൻ വന്നു. DCC ഓഫീസിൽ വെച്ച് എനിക്ക് ഒരു പുഷ്പ കിരീടം എനിക്ക് അണിയിച്ചു തന്നു. എല്ലാ നല്ല വാക്കുകളും, എനിക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം കൂടി സ്വീകരിച്ചു. അദ്ദേഹം CWC മെമ്പറാണ്. കേരളത്തിൽ നിന്ന് സമീപകാലത്ത് മാറിയ PCC പ്രസിഡന്റുമാരിൽ അദ്ദേഹത്തിന് മാത്രമാണ് ആ ഒരു അംഗീകാരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയുടെയും ത്യാഗത്തിൻ്റെയും സംഭാവനയുടെയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത, അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി മുന്നോട്ട് പോകും. താങ്കളെ അംഗീകരിക്കുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് അധ്യക്ഷ മാറ്റം നടന്നത് സ്വാഭാവിക രീതിയിലല്ല എന്നാണല്ലോ. അങ്ങനെയല്ല, AICC കേരളത്തിൽ ഇങ്ങനൊരു നേതൃത്വ മാറ്റത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയം ശരിയായില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയമായതുകൊണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം സുധാകരൻ പലപ്പോഴായിട്ട് പ്രകടമാക്കുന്നുണ്ടല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്നെ ചുമതല ഏൽപ്പിച്ചതിൽ അദ്ദേഹത്തിന് നല്ല സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. എനിക്കെല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
അതിൽ ഞങ്ങൾ കരുത്താർജിച്ച് മുന്നോട്ട് പോകും. ഞാൻ മാത്രമല്ല, ഈ പുതിയ ടീമിനെ എല്ലാം അദ്ദേഹം ഉൾപ്പെടെയുള്ള കൂട്ടു നേതൃത്വം എ കെ ആന്റണി പറഞ്ഞത് എന്താണ്? എ കെ ആന്റണിയുടെ അനുഗ്രഹം തേടി ഞങ്ങൾ ചെന്നപ്പോൾ എ കെ ആന്റണി പറഞ്ഞത് മലയോരത്ത് നിന്ന് കരുത്തുറ്റ ഒരു ടീമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം, ഞാൻ മലയോരത്ത് നിന്നാണെങ്കിൽ എല്ലാ ഭാഗത്തെയും പ്രതികരിച്ചുകൊണ്ടുള്ള കരുത്തുറ്റുള്ള ടീം വർക്കാണ് കോൺഗ്രസിന് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറെ ഗൗരവത്തോടെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും പിന്തുണയിൽ, അനുഭാവികളുടെയും അണികളുടെയും വലിയ പിന്തുണയിൽ ഞങ്ങൾ ഏറ്റെടുക്കും. വിജയകരമായിട്ട് മുന്നോട്ട് പോകും. അണികളൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, തൻ്റെ വികാരങ്ങൾ അണികൾക്ക് അറിയാം എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ഇതിലൊന്നും പ്രതികരിക്കേണ്ട കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം, KPCC പുതിയ നേതൃത്വം അങ്ങനെ ഉള്ള ഒരു നിലപാട് കൂടിയാണ്. അത് കോൺഗ്രസ് പ്രവർത്തകരിൽ സുധാകരന് നല്ല പിന്തുണയുണ്ട്. അദ്ദേഹം ആത്യന്തികമായിട്ട് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അംഗീകരിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കൂട്ടായ്മയിൽ പോകും. KSU കാലം തൊട്ട് KPCC അധ്യക്ഷ പദവി വരെ അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ സ്വയം വിമർശനം നടത്തുന്നത് കൃത്യമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നില്ല ഈ സംവിധാനം എന്നൊക്കെയാണ്, ശശി തരൂർ അടക്കമുള്ളവരൊക്കെ. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിന് മുന്നോട്ടുള്ള പോക്ക്, ഇപ്പോഴുള്ള ഈ മാറ്റങ്ങൾ പൂർണ്ണ സംതൃപ്തിയാണ് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ശ്രീ സണ്ണി ജോസഫിന്, അല്ലേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഊർജ്ജസ്വലമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന നേതാവ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം അധ്വാനിക്കുന്ന, അദ്ദേഹം യാത്ര ചെയ്യുന്ന, അദ്ദേഹം നടന്ന ഭാരത് ജോഡോ യാത്ര, അതെന്തിനു വേണ്ടിയാണ്? രാജ്യത്തെ രക്ഷിക്കുക, രാജ്യത്തെ ഒന്നിപ്പിക്കുക, രാജ്യത്തിൻ്റെ ഐക്യം. അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസിനും ആ സന്ദേശം ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടും അതിൻ്റെ എഫക്റ്റ് വന്നതെന്താണ്? പാർലമെന്റ് ഇലക്ഷനിൽ ശക്തമായിട്ട് മടങ്ങി വരാൻ സാധിച്ചു. സംഘടനാ ശാക്തീകരണം തന്നെയാണ്. ഞങ്ങൾ ഡൽഹിയിൽ ചെന്നപ്പോൾ രാഹുൽജി ആണെങ്കിലും ഖാർഗെജി ആണെങ്കിലും പ്രിയങ്കാജി ആണെങ്കിലും അവരെല്ലാം വളരെ വളരെ സജീവമായിട്ട് ഊഷ്മളമായിട്ട് നേതൃത്വം നൽകുകയാണ്. എല്ലാ ഘട്ടങ്ങളിലും രാജ്യസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തിന് വിഘടനവാദം വളർന്നു വരുമ്പോൾ, വിഭാഗീയത വളർന്നു വരുമ്പോൾ, വർഗീയത വളർന്നു വരുമ്പോൾ മതേതര ജനാധിപത്യം അതാണ് രാജ്യത്തിന് ആവശ്യമെന്ന കാഴ്ചപ്പാടിൽ തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് തന്നെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകും. ഒരുപക്ഷെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ശക്തമാണ് BJP, അല്ലെങ്കിൽ ശക്തി കൂട്ടിയിട്ടുണ്ട് എന്ന് BJP അവകാശപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത് ഏത് തരത്തിലാണ് അത് കേരളത്തിൽ? ഇല്ല, കേരളത്തിലെ ഇലക്ഷൻ നമുക്കറിയാം, LDF UDF തമ്മിലാണ് മത്സരം മെയിനായിട്ട്. പിന്നെ വരുന്ന എല്ലാ രാഷ്ട്രീയ സംഭവവികാസങ്ങളെയും ഗൗരവത്തിൽ തന്നെ വീക്ഷിച്ച് പ്രവർത്തനമായിട്ട് പോകും. ഈ BJPയുടെ ക്രൈസ്തവ സമൂഹത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സഭകളുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. പക്ഷേ ഈഴവ സമുദായം, മുസ്ലിം സമുദായമൊക്കെ കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ അകൽച്ചയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അത് പാർട്ടി ഏത് തരത്തിൽ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ? ഇല്ലില്ല, ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, ക്രിസ്ത്യൻ സമുദായമായിട്ട് മാത്രമാണോ എനിക്ക് ബന്ധം? ക്രിസ്ത്യൻസിന് മാത്രമാണോ ക്രിസ്ത്യൻ സമുദായമായിട്ട് ബന്ധം? നമ്മുടെ പ്രതിപക്ഷ നേതാവ് എവിടെ പ്രസംഗിച്ചാലും, ക്രിസ്ത്യൻ സഭയുടെ വിവിധ പരിപാടികളിൽ പ്രസംഗിച്ചാൽ മതമേലധ്യക്ഷന്മാർക്ക് സമാനമായിട്ട് തന്നെ അദ്ദേഹത്തിന് ബൈബിള് കൂട്ടിയത് കയ്യടി മേടിച്ച് പ്രസംഗിക്കാൻ സാധിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നുണ്ട്. ശശി തരൂർ പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുണ്ട്. KC വേണുഗോപാൽ പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുണ്ട്. K സുധാകരന് വലിയ പിന്തുണയുണ്ട്. അപ്പോൾ എല്ലാ സമുദായങ്ങളുമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ബന്ധമുണ്ട്. എനിക്കും എൻ്റേതായിട്ടുള്ള ലെവലിൽ എല്ലാവരുമായിട്ട്, ഞാൻ ആദ്യമേ തന്നെ എൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് എനിക്ക് SNDPയുടെ താലൂക്ക് കമ്മിറ്റിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു കരിയർ ഗൈഡൻസ് കോഴ്സിൻ്റെ ഉദ്ഘാടനമാണ്. അവിടെ വെച്ച് എൻ്റെ പ്രഖ്യാപനം ഡൽഹിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവരെൻ്റെ പ്രഖ്യാപനം നടത്തുകയും എനിക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപ്പം ഞങ്ങൾ സെക്കുലർ ക്രെഡൻഷ്യൽസ് വി ആർ കീപ്പിംഗ്. എല്ലാ ബന്ധങ്ങളും ശക്തമായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. താങ്കൾ KPCC അധ്യക്ഷനായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നു. അത് താങ്കൾ മലയോര മേഖലയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടാണ്, മലയോര മേഖലയിലുള്ളവരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ കേരളത്തിനുള്ളത് എന്നുള്ള വലിയ തുറന്നടിക്കലുമൊക്കെ ആയിട്ട് വിനോയ് തോമസ് അടക്കമുള്ളവരൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. അങ്ങനൊരു വിവേചനമുണ്ട്, അത്തരത്തിൽ കാണുന്നുണ്ട് എന്ന് ശ്രീ സണ്ണി ജോസഫ് തന്നെ കരുതുന്നുണ്ടോ? ഇല്ലില്ല, വിനോയ് എൻ്റെ അടുത്ത എൻ്റെ അയൽവാസിയാണ്.
ചെറുപ്പത്തിലേ എനിക്കറിയാം. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. എനിക്ക് എല്ലാ ഭാഗത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ 2001 കണ്ണൂർ DCCയുടെ പ്രസിഡന്റാണ്. ഇന്നലെ എനിക്ക് കണ്ണൂരിൽ ലഭിച്ച ആവേശകരമായിട്ടുള്ള സ്വീകരണത്തിൻ്റെ കാര്യം എന്താണ് വെളിവാക്കുന്നത് എന്താണ്? എനിക്ക് എല്ലാ സെക്ഷനിലും പിന്തുണയുണ്ട്. കണ്ണൂരിൻ്റെ ഞാൻ ബേസിക്കായിട്ട് വർക്ക് ചെയ്ത ഒരു യൂണിറ്റ് ജില്ല കണ്ണൂരാണ്. കേരള നിയമസഭയിൽ MLA എന്നെ ഇന്നലെ വയനാട്ടിൽ ചെന്നപ്പോൾ, കോഴിക്കോട്ട് ചെന്നപ്പോൾ ഓരോ സ്ഥലത്തും എനിക്ക് അതിൻ്റെതായ ബന്ധങ്ങളുണ്ടാവും. അവിടെയൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും പൂർണ്ണ മനസ്സോടെ ഞങ്ങളുടെ ടീമിനെ പിന്തുണയ്ക്കുന്നു. അതാണ് ഞങ്ങളുടെ കരുത്ത്. അതിലൊരു വിഭാഗീയതയില്ല. വളരെയധികം നന്ദി ശ്രീ സണ്ണി ജോസഫ്. ഏതായാലും പാർട്ടിയുടെ മുഖമാറ്റം, നേതൃത്വത്തിലെ മുഖമാറ്റം പുതിയ ചുവടുവെപ്പുകളിലേക്കുള്ള തുടക്കം കൂടിയാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഏറെ നന്ദി QH-നൊപ്പം ചേർന്നത്. താങ്ക് യു വെരി മച്ച്.